എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ രോഗങ്ങൾ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്യാൻസർ, കിഡ്നി ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ചെറുപ്പക്കാരായ ആൾക്കാർ, 30 വയസ്സ് തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാർക്ക് തന്നെ ഹാർട്ട് അറ്റാക്ക്, കിഡ്നി ഫെയിലിയർ ആവുന്നു. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ക്യാൻസർ പിന്നെ ചെറിയ കുട്ടികൾ മുതലേ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാരകമായ അസുഖങ്ങൾ വരുന്നതിലൂടെ നമുക്ക് ഒരുപാട് ചികിത്സാ ചെലവുകൾ ആവശ്യമായി വരാറുണ്ട്. അതിൽ ക്യാൻസർ എന്ന രോഗം ബാധിച്ചാൽ ചികിത്സയ്ക്ക് ധനസഹായം ലഭിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം, 2020 എനിക്കും ക്യാൻസർ എന്ന രോഗം ബാധിച്ചിരുന്നു. ദൈവാനുഗ്രഹത്താൽ അതിജീവിക്കാൻ കഴിഞ്ഞു. അന്ന് എന്നെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ചികിത്സാ ചെലവിനുള്ള സാമ്പത്തികം. അത് ഒരുപാട് സുഹൃത്തുക്കളുടെ സഹായം കൊണ്ടാണ് ചികിത്സ പൂർത്തീകരിക്കാനും അതിജീവിക്കാനും കഴിഞ്ഞത്. അതുകൊണ്ട് ചികിത്സാ ചിലവിന് ആവശ്യമായ പണത്തെ സംബന്ധിച്ച ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് നന്നായി അറിയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ക്യാൻസർ രോഗം ബാധിച്ചാൽ നമുക്ക് ചികിത്സയ്ക്കായി ധനസഹായം കിട്ടുന്ന, ചികിത്സയ്ക്കായി എന്ന് പറയാൻ പറ്റില്ല, ചികിത്സിച്ചാലും ഇല്ലെങ്കിലും ഈ പദ്ധതിയിൽ അംഗമായ ഒരാൾക്ക് ക്യാൻസർ രോഗം ബാധിച്ചാൽ ധനസഹായം കിട്ടുന്ന ഒരു സ്കീമാണ് ഇത്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയോട് കൂടിയ സ്കീമാണ്. ഇനി ഇത് ആർക്കൊക്കെ ലഭിക്കും? 20 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, ഇതുവരെ ക്യാൻസർ രോഗം ബാധിച്ചിട്ടില്ലാത്ത, ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുന്ന ഏതൊരാൾക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി നമുക്ക് ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് 50 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിയിൽ അംഗമാകാൻ സാധിക്കുന്നതാണ്. ഈ പദ്ധതിയുടെ ഒരേ ഒരു കണ്ടീഷൻ, ഈ പദ്ധതിയിൽ അംഗമായ ഒരു വ്യക്തി പദ്ധതിയിൽ അംഗമായി 6 മാസങ്ങൾക്ക് ശേഷമാണ് ക്യാൻസർ രോഗം നിർണയിക്കപ്പെടുന്നത് എങ്കിൽ അവർക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഓരോരുത്തരുടെ പ്രായമനുസരിച്ച് നമുക്ക് 50 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിയിൽ അംഗമാകാവുന്നതാണ്. 50 ലക്ഷം രൂപയുടെ പദ്ധതിയിലാണ് അംഗമാകുന്നത് എങ്കിൽ നമുക്കറിയാം, ക്യാൻസറിന് ഓരോരോ സ്റ്റേജുകളുണ്ട്. അങ്ങനെ മേജർ സ്റ്റേജ് ക്യാൻസർ ആണ് നിർണയിക്കപ്പെടുന്നത് എങ്കിൽ 1,10 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും. ഞാൻ എടുത്തു പറയുന്നു, ഇപ്പോൾ ക്യാൻസർ രോഗം നിർണയിക്കപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ ചികിത്സയിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയില്ല. ഈ പദ്ധതിയിൽ അംഗമായി 6 മാസങ്ങൾക്ക് ശേഷം മാത്രമേ ക്യാൻസർ രോഗം നിർണയിക്കപ്പെടാൻ പാടുള്ളൂ. 20 വയസ്സിനും 65 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, ഇന്ത്യയിൽ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അംഗമാകാൻ കഴിയൂ. അതായത് NRI സ്റ്റാറ്റസുകളോ FNIO ആയിട്ടുള്ള ആൾക്കാർക്കോ ഈ പദ്ധതിയിൽ തൽക്കാലം അംഗമാകാൻ കഴിയില്ല. ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയോടൊപ്പം കാണുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഒരാൾക്കും ഇതുപോലുള്ള രോഗങ്ങൾ വന്ന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ ബുദ്ധിമുട്ടരുത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവർക്കും പൂർണ്ണ ആരോഗ്യവും ദീർഘായുസ്സും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.